Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാനൊരു വെറൈറ്റി ഐറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എഗ് ചില്ലിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ചില്ലി പനീറൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ലുക്കാണ് സംഭവം. പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതലാണ്. ഇത് മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്ര ടേസ്റ്റാണ് സംഭവം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഡിഷാണിത്. അപ്പോൾ ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 6 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പം 6 കോഴിമുട്ട എടുത്തു കഴിഞ്ഞാൽ ഒരു 4 പേരുള്ള ഒരു ഫാമിലിക്ക് സുഖമായിട്ട് ഒരു നേരം കഴിക്കാനുള്ള ഉണ്ടാവും. അപ്പോൾ അത് കണക്കാക്കി നിങ്ങൾ എടുക്കുക. അപ്പോൾ 6 മുട്ട ആദ്യം ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിനെപ്പോഴും കോഴിമുട്ടയാണ് ടേസ്റ്റ്. താറാമുട്ട ആകുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഈ മുട്ടയ്ക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. ബാക്കി നമ്മൾ ഗ്രേവിയിൽ വേറെ ഉപ്പ് ചേർക്കും. പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അത്രയും കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 തൊട്ട് 3/4 ടീസ്പൂൺ വരെ, എരിവ് കൂടുതൽ വേണ്ടവർക്ക് 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ക്വയർ ഷേപ്പിൽ, നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് സ്ക്വയർ ഷേപ്പിൽ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അടപ്പുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ ആദ്യം കുറച്ച് എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എണ്ണ തടവി കൊടുക്കുമ്പോഴേക്കും നമുക്കത് വേവിച്ച് കഴിഞ്ഞ് അതിൽ നിന്ന് എടുക്കാനായിട്ട് സൗകര്യമായിരിക്കും. അതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടിക്കൊടുക്കുക. ഇതൊന്ന് വേവിക്കുമ്പോഴേക്കും ഒന്ന് പൊങ്ങി വരും, എന്നിട്ടാണ് താഴുന്നത്. അപ്പോൾ അത് പുറത്തേക്ക് ചാടിപ്പോകാതിരിക്കാനായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതൊരു സ്റ്റീമറിനകത്ത് വെച്ച് നമുക്ക് ആവി കയറ്റാം. സ്റ്റീമർ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കിതൊരു 20-25 മിനിറ്റ് വേവിച്ചെടുക്കേണ്ടി വരും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിക്കുക. അപ്പോൾ നന്നായിട്ട് അത് വെന്ത് കിട്ടും. അതിനുശേഷം ചൂട് കുറച്ചൊന്ന് ആറിയതിന് ശേഷം നമുക്കിതുപോലെ തുറന്നിട്ട് അതൊന്ന് അതിനകത്തൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അറ്റത്ത് എന്തെങ്കിലും അതിൻ്റെ സൈഡിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊരു കത്തി വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് അടർത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അതിനുശേഷം ഇത് നമ്മൾ പനീറൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ചെറിയ ചെറിയ ക്യൂബായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് വെന്ത് കഴിയുമ്പോഴേക്കും നല്ല സോഫ്റ്റായാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് പനീർ കിട്ടുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ മുട്ട കിട്ടും. നിങ്ങൾക്കിത് മുട്ടയുടെ വെള്ള മാത്രം വെച്ചിട്ടും ചെയ്യാവുന്നേ ഉള്ളൂ. അത് കുറച്ചുകൂടെ ടേസ്റ്റാണ് കേട്ടോ. മുട്ടയുടെ മഞ്ഞ ചേർത്തു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് തന്നെയാണ്. അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മുഴുവൻ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 4 ടീസ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 4 ടീസ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ആ ഒരു മാവിന് ആവശ്യമായത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിനും ഒരല്പം കളറിനും വേണ്ടിയിട്ട് ഒരു 1/2 തൊട്ട് 3/4 ടീസ്പൂൺ വരെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്ററാക്കി നമുക്കിത് എടുക്കണം. അപ്പോൾ അത് ഒത്തിരി വെള്ളം കൂടിപ്പോരുത്. ഇത് ശരിക്കും നമ്മുടെ ആ ഒരു മുട്ടയുടെ ഓരോ പീസിൽ കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ വരണം. അപ്പോൾ ലൂസായി പോയി കഴിഞ്ഞാൽ അതിൽ പിടിക്കില്ല. അപ്പോൾ ഒരു നല്ല തിക്കായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസി വരുന്ന രീതിയിൽ വേണം വെള്ളം ചേർക്കാൻ. അപ്പോൾ ആദ്യം കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർക്കുക. വെള്ളം അഥവാ കൂടിപ്പോയാൽ 1-2 സ്പൂൺ കോൺഫ്ലവറും മൈദയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി, കുഴപ്പമില്ല. എന്നിട്ട് അതിനകത്തേക്ക് ഇത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ പീസെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ പീസിലും ആ ഒരു മാവ് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിനകത്തേക്ക് 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലൊക്കെയാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാത്ത കൂടുതൽ നല്ലത്. അപ്പോൾ എന്നിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് ഓരോ പീസായിട്ട് വേണം ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ പീസായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുക. 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ ചേർക്കുന്ന 3-4 ടേബിൾ സ്പൂൺ എണ്ണ തന്നെ കൂടുതലാണ്. ഇത് അങ്ങനെ എണ്ണയൊന്നും കൂടുതൽ വലിച്ചെടുക്കില്ല ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. കുറച്ച് എണ്ണ മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ അത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഒത്തിരി മുങ്ങിക്കിടക്കുന്ന പോലെ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യവുമില്ല. നമ്മൾ ഇതിൽ തന്നെയാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് മൂത്ത് വരും. ഇത് മുട്ട നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതല്ലേ, ആ മാവ് ഒന്ന് മൂക്കാൻ 1 മിനിറ്റ് മതിയാവും. ഇട്ട് എല്ലാം പീസും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതങ്ങ് മൂത്ത് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ അത് കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാം. എന്നിട്ട് 2 സൈഡും മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ ഞാനിതെല്ലാം 2 ട്രിപ്പായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ അത്. ഇത് വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ചായയുടെ കൂടെ സ്നാക്കായിട്ട് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ആ എണ്ണ തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേറൊരു വലിയ പാനിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് എണ്ണ. അപ്പോൾ അതിനകത്തേക്ക് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് വാടി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് മൂത്ത് പോവും. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇനി അതിനകത്തേക്ക് നമുക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 3 സവോള, ഞാനിവിടെ ചില്ലി ചിക്കനൊക്കെ നമ്മൾ വലിയ ക്യൂബായിട്ട് സവോള അരിയാറില്ല, ആ ഒരു വലിപ്പത്തിൽ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള 3 സവോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പം തീരെ ചെറുതായിട്ട് അരിയേണ്ട കാര്യമില്ല, വലുതായിട്ട് തന്നെ അരിഞ്ഞിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവോള ഒന്ന് ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ക്യൂബ് ഷേപ്പിൽ തന്നെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവോളയും ക്യാപ്സിക്കം ഒക്കെ ഒരേ വലിപ്പത്തിലൊക്കെ അരിയാൻ നോക്കുക, അതാണ് ഭംഗി. അതുപോലെ വാടി കിട്ടുന്നതും നമുക്ക് കറക്റ്റായിട്ട് വാടി കിട്ടാനും അതാണ് നല്ലത്. അതിനകത്തേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് വാടുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതങ്ങ് ഒത്തിരി വെന്ത് പോകേണ്ട കാര്യമില്ല. സവോളയും ക്യാപ്സിക്കം ഒന്നും ഒത്തിരി വെന്ത് കുഴയാൻ പാടില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നമ്മൾ മുട്ടയിലും ഒക്കെ ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഒത്തിരി കൂടുതൽ വേണ്ട. ഒരു 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ മതിയാവും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതാകുമ്പോൾ നല്ല കളറ് കിട്ടും. നമ്മുടെ എഗ് ചില്ലിയൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം ലുക്ക് വേണമല്ലോ, അപ്പോൾ വേറെ കളറൊന്നും ചേർക്കണ്ട, കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി. എന്നിട്ട് ഈ പൊടികളൊന്ന് മൂത്ത് വരാനായിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടിയൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ളത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നമുക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കി ചേർക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം എടുക്കുക. അതിനകത്തേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഗ്രേവി നല്ല തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ കലക്കി തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മുട്ടയിലേക്ക് ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് അങ്ങനെ മൂടി വെക്കുക. ഒത്തിരി നേരം വെക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാം വെന്തതാണ്. അപ്പോൾ ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് എല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പീസിലേക്കൊക്കെ നന്നായിട്ടെല്ലാം ഗ്രേവി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ആദ്യം നമുക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് സോസുകളാണ്. സോസ് എല്ലാം കൂടെ വരുമ്പോഴാണ് ഇത് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്കിനി ഓരോ സോസായിട്ട് ചേർക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. റെഡ് ചില്ലി സോസ് ചേർക്കുന്നത് കുറച്ചുകൂടെ കളർ കിട്ടാൻ കൂടെ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഗ്രീൻ ചില്ലി സോസ് ആയാലും കുഴപ്പമില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സോസുകളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സോസുകൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി നേരം വെച്ച് അങ്ങനെ വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. സോസ് ചേർത്ത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എഗ്ഗ് ആണെന്ന് പറയാതെ ആർക്കെങ്കിലും കൊടുത്തു നോക്കുക, ഉണ്ടാക്കി കൊടുത്തു നോക്കുക, ആരും കണ്ടുപിടിക്കില്ല ഇതെന്താന്ന്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ എഗ് ചില്ലി കഴിക്കാനായിട്ട്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് you.